ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇരിക്കുക. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ മാവ് ആദ്യം തന്നെ മാവങ്ങ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി അങ്ങ് മാറ്റി വെച്ച്. ഇനി മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണം. അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മുട്ടയും അതിനകത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇൻഡക്ഷൻ കുക്കറിലോട്ട് അതും അങ്ങ് വേവിക്കാനായിട്ട് വെച്ച്. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ അത് പൊട്ടിപ്പോകത്തില്ലെന്നാണ് പറയുന്നത്. മുട്ട പുഴുങ്ങാൻ വെച്ചപ്പോഴത്തേക്ക് അമ്മ മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് കറി വെക്കാം. അപ്പോൾ നേരത്തെ റെഡി ആയാലല്ലേ മോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കറി വെക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സാധാരണ നമ്മൾ വെക്കുന്ന കണക്ക് തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളിയും പച്ചമുളകെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇതിനെ വീണ്ടും വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്ന മുട്ടയെല്ലാം റെഡിയായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ തോടെല്ലാം മാറ്റിയിട്ട് അതും കൂടെ ഈ തിളച്ച് വന്ന കറിയിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്ന് ഇത് കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാലയും കുരുമുളകും ചേർത്ത് ഇറക്കി വെക്കാം. ഇവിടെ ചപ്പാത്തി വെക്കുമ്പോൾ കൂടുതലും മുട്ടക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഉണ്ടല്ലോ, നമ്മുടെ കിഴങ്ങും തക്കാളിയും ബീൻസും ഒക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അങ്ങനെ വെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി മുട്ടക്കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കറിയെല്ലാം വെന്ത് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇനി നമ്മുടെ ചപ്പാത്തി പരത്തണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൊടി എടുത്ത് പെട്ടെന്ന് തന്നെ ചപ്പാത്തി അങ്ങ് ഞാൻ പരത്തി ഒരു സൈഡിൽ കൂടെ ചുടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് കുറച്ച് സമയം എടുക്കുമല്ലോ ഇതെല്ലാം പരത്തി ചുട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ ചുട്ട് വരുന്നത് ഓരോരുത്തർക്ക് അങ്ങ് കൊടുത്ത്. അപ്പോൾ മോള് പോകാൻ റെഡിയായിട്ട് വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾക്കും ആദ്യമേ കൊടുത്തിട്ട് അവളെ അങ്ങ് പറഞ്ഞു വിടാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ കൊടുത്തിട്ട് അച്ഛൻ പിന്നെ മോളെ കൊണ്ടാക്കാനായിട്ട് പോയി. അവൾ ഇനി ഒരു മണിയാകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. 10:30 മുതൽ 1 മണി വരെയാണ് ക്ലാസ്. അപ്പം പിന്നെ ഏട്ടനും ഇന്ന് അവരെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചപ്പാത്തി ചൂടുമായിരുന്നു. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണല്ലോ എണീറ്റത്. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വിരിച്ചിട്ടിട്ട് പിന്നെ വന്നാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മോളെ ഒന്ന് ഉറക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അവൾ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഊണിന് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഏട്ടൻ കാണത്തില്ല, അവരെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് അത് ഞാനങ്ങ് അരിഞ്ഞു തരാം. അപ്പോഴത്തേക്കും ബീഫ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ശരിയാക്കാൻ പറഞ്ഞു. അപ്പോൾ തലേന്ന് തന്നെ ഏട്ടൻ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എടുത്തിട്ടപ്പോൾ ഐസൊക്കെ മാറി റെഡിയായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബീഫെല്ലാം കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി കുറച്ച് വെള്ളമോടെ ഒഴിച്ച് അതിനകത്തൊരു സ്പൂണും കൂടെ ഇട്ട്. കാരണം ബീഫിനകത്ത് വെള്ളം കാണുമല്ലോ. ഞാൻ ഒഴിച്ച് വെള്ളം കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ തെറിച്ച് വിസിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പോകും. അപ്പോൾ അത് പോകാതിരിക്കാനാണ് ഈ സ്പൂൺ ഇടുന്നത്. എന്നിട്ട് അടച്ച് അതങ്ങ് ഗ്യാസിലോട്ട് വെച്ച് വേവിക്കാനായിട്ട്. ഇവിടെ നമ്മൾ കൂടുതലും ചിക്കനാണ് വാങ്ങാറുള്ളത്. പിന്നെ കുറച്ച് നാൾ നമ്മൾ ചിക്കൻ കഴിക്കുമ്പം ഒന്ന് മടുക്കുമല്ലോ. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ബീഫ് മേടിക്കാറുണ്ട്. അത് മേടിച്ചാലും ഇങ്ങനെ റോസ്റ്റോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറ്. ചോറ് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റി കൊണ്ടുവന്ന് പൊരിക്കാനായിട്ട് ഗ്യാസിനകത്തങ്ങ് വെച്ചു. അത് പൊരിച്ച് മാറ്റി വെച്ചിട്ട് ആ ഗ്യാസിൽ തന്നെ ബീഫ് വേവിക്കാനായിട്ടങ്ങ് വെച്ച്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മറ്റേ അടുപ്പിലോട്ട് അതും കൂടെ അങ്ങ് വെച്ച്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാനായിട്ടങ്ങ് വെച്ചു. ഈ സമയം ബീഫിന് വേണ്ടിയുള്ള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചെടുത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് തേങ്ങയും അതിലേക്ക് 2 പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തത്. അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ചേർത്തിളക്കി നമ്മുടെ അവിയൽ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തിട്ടങ്ങ് മാറ്റി വെക്കാം.
കുക്കറിനകത്ത് വെച്ച ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് റോസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം കുരുമുളകും പച്ചമുളകൊക്കെയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് സവാളയും ബീഫും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കുരുമുളക് പൊടി ചേർക്കണം. നല്ല എരിവിന് ആവശ്യമുള്ള രീതിയിൽ തന്നെ കുരുമുളക് ചേർക്കണം. കാരണം നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. കറി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരുമ്പോൾ അതിനകത്ത് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ചെറിയ തീയിലിട്ടിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കറി ഇറക്കി വെക്കാം. അപ്പോൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് റെഡിയായി. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിന് മാത്രമല്ല പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മോരും കൂടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിയലിനും മോരിനും കൂടെ കടുക് താളിച്ചിടണം. അതിന് വേണ്ടി കുറച്ച് ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ കടുക് താളിച്ച് അവിയലിനും മോരിനും ഒക്കെ ചേർത്ത് അതങ്ങ് അടച്ച് മാറ്റി വെച്ച്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നല്ല ചൂട് ചോറ്, ബീഫ് റോസ്റ്റ് ചെയ്തത്, മോര്, അവിയൽ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.